കുർബാന തർക്കത്തെ തുടർന്ന് പള്ളിക്കുള്ളിൽ ഏറ്റുമുട്ടൽ എറണാകുളം കാലടി താന്നിപ്പുഴ പള്ളിയിലാണ് വിശ്വാസികൾ ഏറ്റുമുട്ടിയത്. സിനഡ് കുർബാന നടത്താനുള്ള വൈദികന്റെ ശ്രമം വിശ്വാസികൾ എതിർത്തു. വൈദികനെ പിന്തുണച്ച ആളുമായാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, കുർബാന തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അതേതാണ്ട് വിജയത്തിലെത്തി എന്നായിരുന്നു മനസ്സിലാകേണ്ടത്. പക്ഷേ അപ്പോഴും ഈ തർക്കം അതുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ വിഷയങ്ങളൊക്കെ തുടരുകയാണ്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇതൊരു പരിഹാരത്തിലേക്ക് എത്തി, ഒരു സമവായത്തിലേക്ക് എത്തി എന്നൊരു ധാരണ പൊതുവിൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്തിമമായി വരുമ്പോഴേക്കും ആ ധാരണയിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു എന്നതാണ്. അത് ക്രിസ്തുമസ് രാത്രി മുതൽ തന്നെ അത് പ്രകടമായിരുന്നു എന്നതാണ് അതിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വസ്തുത. എറണാകുളത്ത് ചിറ്റൂരിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഈ തർക്കങ്ങൾ പൊതുവായി തന്നെ നിലനിൽക്കുന്നത്. എറണാകുളത്ത് ചിറ്റൂരിൽ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു ആദ്യം തർക്കമുണ്ടായിരുന്നത്. സെന്റ് തോമസ് പള്ളിക്കകത്ത് ക്രിസ്മസ് ദിനത്തിൽ പോലീസുകാരെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചതുകൊണ്ട് മാത്രമാണ് കുർബാന നടന്നത്. അതിനുശേഷം അതിന്റെ തുടർച്ച പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കാലടി താന്നിക്കൽ സെന്റ് തോമസ് ദേവാലയത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് രാവിലെയാണ് വൈദികൻ ഇവിടെ സിനഡ് കുർബാന, ആ രീതിയിൽ സിനഡ് കുർബാന അർപ്പിക്കണം, അത്തരമൊരു നിർദ്ദേശമുണ്ട് എന്ന് വൈദികൻ പറയുകയും തുടർന്ന് ഭൂരിഭാഗം വരുന്ന വിശ്വാസികൾ തങ്ങൾക്ക് ജനാഭിമുഖ കുർബാനയാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു തടസ്സമുണ്ടാകുന്നു. തുടർന്ന് വൈദികനെ പിന്തുണച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വരികയും അവിടെയുണ്ടായിരുന്ന മെഴുകുതിരി കാലെടുത്തുകൊണ്ട് അത് അയാൾക്ക് മറ്റുള്ളവരെ നേരിടാൻ എന്ന രീതിയിലേക്ക് പുറത്തേക്ക് വരികയും ചെയ്തു. തുടർന്ന് വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇയാളെ പുറത്താക്കിയതിനു ശേഷം വീണ്ടും ജനാഭിമുഖ കുർബാന നടത്താൻ വിശ്വാസികൾ ആവശ്യപ്പെടുന്നു. ബഹുഭൂരിപക്ഷം വിശ്വാസികൾ ആ രീതിയിൽ പറഞ്ഞതിനാൽ അവിടെ ജനാഭിമുഖ കുർബാന നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരിടത്ത് പറവൂര് കോട്ടക്കടവ് എന്ന് പറയുന്ന പള്ളിയിൽ വൈദികൻ തന്നെ പറയുന്നു ഇനി മുതൽ ഇവിടെ കുർബാന ഉണ്ടാകില്ല എന്ന് പറയുന്നു. അതിന് കാരണമായി പറയുന്നത് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരിക്കുന്നത് സിനഡ് പറയുന്ന ഏകീകരിച്ച കുർബാനക്രമം വേണമെന്നാണ്. അത് നടത്തുവാനുള്ള ഒരു സാഹചര്യം ഈ പള്ളിയിൽ ഇല്ലാത്തതുകൊണ്ട് തനിക്ക് ഈ കുർബാനക്രമവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് ഇവിടെ കുർബാന ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ തന്നെയും വിവിധ പള്ളികളിൽ ഇത്തരം ഈ രീതിയിലൊരു സംഘർഷ സാധ്യത വളരെ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെല്ലാം രീതിയിൽ കുർബാന ഈ ദിവസങ്ങളിൽ നടന്നു എന്നതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ ഫൊറോന വികാരിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വത്തിക്കാനിൽ അറിയിക്കുകയും വേണം. എന്തായാലും ഈ വിഷയങ്ങൾ എളുപ്പത്തിൽ അവസാനിക്കുന്നില്ല എന്ന ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ക്രിസ്തുമസ് ദിനം മുതൽ അങ്ങോട്ട് ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത്തരം ഒരു കാര്യങ്ങൾ മാർപ്പാപ്പ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ്, മാർപ്പാപ്പ പറഞ്ഞത് വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിമതർ എന്ന് പറയുന്ന വിഭാഗം വൈദികരും വിശ്വാസികളും അടങ്ങുന്നവർ ഒരു കുർബാന മാത്രമേ അന്ന് ഏകീകരിച്ച കുർബാന ക്രിസ്മസ് ദിനത്തിൽ ഏതെങ്കിലും ഒരു കുർബാന മാത്രമേ അർപ്പിക്കൂ, തുടർന്ന് അങ്ങോട്ട് തങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും പരസ്യമായി പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ തർക്കങ്ങൾ തുടരുകയാണ്. ഇത് എങ്ങനെ ആര് പരിഹരിക്കുമെന്ന വലിയ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. രഞ്ജിത്ത്.